പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സഭാ നോമ്പിന്റെ പകുതിയിലേക്ക് പ്രവേശിക്കുകയാണ്. പാതി നോമ്പിന്റെ ദിവസങ്ങളും സമയങ്ങളും കർത്താവിനോട് കൂടുതൽ അടുക്കപ്പെടുവാനുള്ള സമയമായിട്ട് ഈ ദിവസങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം. എന്താണ് പാതി നോമ്പിൽ സഭ ആഘോഷിക്കുന്നത്? ക്രിസ്തു ഉയർത്തപ്പെടാൻ പോകുന്നു എന്നുള്ള ആ സാക്ഷ്യത്തെ തന്നെയാണ് ആഘോഷിക്കുന്നതെങ്കിലും അതിനൊരു പഴയ നിയമ പശ്ചാത്തലത്തെ സഭ നമ്മുടെ മുമ്പാകെ വരച്ചു വയ്ക്കുന്നുണ്ട്. അത് സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്ന സംഭവമാണ്. മിസ്രൈമിൽ നിന്നുള്ള യാത്ര പുറപ്പെട്ടിട്ട് കുറെ കാലങ്ങളായി ഇസ്രായേൽ ജനം ഏകദേശം യാത്രയിൽ മടുത്തിട്ടുണ്ട്. ആഹരിക്കുന്ന ആഹാരത്തെക്കുറിച്ചും കുടിക്കുന്ന ജലത്തെക്കുറിച്ചും ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ കൃപകളെക്കുറിച്ചും ഇന്ന് അവർക്കൊരു മടുപ്പുണ്ട്. എല്ലാം അധികമായി ലഭിച്ചതിന്റെ മടുപ്പെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ആ മടുപ്പ് അവരുടെ ജീവിതത്തിൽ അസഹ്യമായപ്പോൾ പിറുപിറുപ്പിന്റെ ഭാഷയിൽ അവർ ദൈവത്തെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനും അപഹസിക്കുവാനും തുടങ്ങിയാണ്. അതിന്റെ അവസാനമെന്ന ഘട്ടത്തിൽ നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് ദൈവം അവരെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം അഗ്നിസർപ്പങ്ങളെ അയക്കുന്നു. മരുഭൂമിയുടെ യാത്രയിൽ അയക്കപ്പെടുന്ന അഗ്നിസർപ്പങ്ങൾ അതിന്റെ കടിയേറ്റ് പല മനുഷ്യരും പിടഞ്ഞു വീണു മരിക്കുകയാണ്. ഇത് കണ്ട് സങ്കടം തോന്നിയ മോശ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയുമായിട്ട് കടന്നു ചെല്ലുകയാണ്. ജനത്തെ രക്ഷിക്കുവാൻ അവിടുന്ന് കനിയണം. ദൈവം മോശയോട് കൽപ്പിക്കുന്നു, നീ ഒരു താമര സർപ്പത്തെ അഥവാ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിന് നടുവിൽ നാട്ടണം. ആരെല്ലാം അതിനെ കാണുന്നുവോ ആ കടിയേൽക്കുന്ന മനുഷ്യർ അതിനെ നോക്കുന്നുവെങ്കിൽ അവർക്ക് രക്ഷ ലഭിക്കും. ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു ഇസ്രായേൽ ജനം. തങ്ങൾ ആരെ അപഹസിച്ചോ, ആരിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയോ, ശിക്ഷ ഏറ്റുവാങ്ങിയവനിൽ നിന്ന് തന്നെ അവർക്ക് ഒരു രക്ഷ ലഭിക്കുന്നു. ആ രക്ഷയിലേക്ക് നോക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്ന മനുഷ്യർ പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ രക്ഷ പ്രാപിക്കുന്ന അനുഭവം. പാളയത്തിന്റെ മധ്യത്തിൽ നടത്തപ്പെട്ട ആ ഒരു സൂചകമല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു സൂചകത്തെ നൽകപ്പെട്ടിട്ടില്ല എന്ന് യേശു തമ്പുരാൻ സുവിശേഷത്തിൽ പറയുന്നതിന്റെ അർത്ഥവും അതുതന്നെയാണ്. രക്ഷയിലേക്ക് നോക്കുന്നവൻ ക്രിസ്തുവിലേക്ക് നോക്കുക. ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ താമസർപ്പത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തിന്റെ പ്രയാണത്തിൽ അവർ ഈ താമസർപ്പത്തെ കൂടി കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രധാന യാതനകളിലും അവർ ഈ താമസർപ്പത്തെ നോക്കുന്നുണ്ട്. അതിലൂടെ തങ്ങൾക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച്, തമ്മിൽ രക്ഷപ്പെട്ടതിനെ കുറിച്ചൊക്കെ അവർ വാദോദാരെ ജനത്തോട് സംസാരിക്കുന്നുണ്ട്. അന്നെല്ലാം ഈ രക്ഷ തന്ന കർത്താവിനെ കുറിച്ച് അവർ തങ്ങളുടെ മക്കളോടും അനന്തരതലമുറയോടും പറഞ്ഞ് സംവേദിക്കുന്നുണ്ട്. ആ സംവേദനം തങ്ങൾക്കൊരു രക്ഷകനുണ്ടെന്നുള്ള ബോധ്യത്തിൽ അവരെ ഉറപ്പിച്ച് നടത്തുന്നുണ്ട്. എന്നാൽ കാലാന്തരത്തിൽ യെരുശലേം ദേവാലയം സ്ഥാപിക്കപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. യെരുശലേം ദേവാലയം സ്ഥാപിക്കപ്പെടുന്നതും അവിടെ വലിയ ആരാധനയുടെ ക്രമീകരണങ്ങൾ സഭ നിർവഹിക്കുന്നതും എല്ലാം കാണാം. പക്ഷേ വഴിയാത്രയിൽ എവിടെയോ തങ്ങൾക്ക് ലഭിച്ച ഈ രക്ഷയുടെ സൂചകത്തെ അതിന്റെ അർത്ഥം മറന്ന് അവർ ഉപയോഗിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് യെരുശലേം ദേവാലയത്തിന്റെ ഒരു പ്രധാന ഭാഗത്ത് ഈ പ്രതിഷ്ഠയെ അല്ലെങ്കിൽ ഈ പിച്ചള സർപ്പത്തെ അവരൊരു വലിയ പ്രതിഷ്ഠയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ അവർ നെഹുഷ്ടാൻ പ്രതിഷ്ഠ എന്ന് വിളിച്ചു എന്നും നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത് കനാര്യരുടെ ഒരു ആരാധന രീതിയെ കടം കൊണ്ടതാണ്. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അന്യദൈവങ്ങളെ ആരാധിക്കാനും അന്യദൈവങ്ങളുടെ ആരാധനാ സങ്കേതങ്ങളെ എടുത്തുപയോഗിക്കുവാനുമുള്ള ഒരു ത്വര കാലാന്തരത്തിൽ ഇസ്രായേൽ ജനത്തിൽ നമുക്ക് നിരന്തരമായി കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം അധിവസിക്കുന്ന സാഹചര്യങ്ങൾ, നാം അധിവസിക്കുന്ന ചുറ്റുപാടുകൾ, നാം അധിവസിക്കുന്നതായ സംസ്കാരങ്ങൾ, അതിൽ നിന്ന് നമുക്ക് അനുയോജ്യവും ഇഷ്ടപ്പെട്ടതുമായ ചിലതിനെയൊക്കെ എടുത്ത് സ്വാംശീകരിക്കാനുള്ള ഒരു ത്വര, മനുഷ്യന്റെ വ്യഗ്രത നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലും കാണാൻ സാധിക്കും. ഭാരതീയ സംസ്കൃതിയിലും ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളിലും ഒക്കെ ജീവിക്കുന്ന, സംസ്കാരത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന നമ്മളെ സംബന്ധിച്ചും പലപ്പോഴും ഇത്തരത്തിലുള്ളതായ ജാതീയ ആചാരങ്ങൾ നമ്മുടെ ആരാധനാ സങ്കേതങ്ങളെ ബലപ്പെടുത്തുന്നു എന്നുള്ള ചിന്ത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഒരു കാലത്ത് രക്ഷയ്ക്ക് അടയാളമായിരുന്ന, ഒരു കാലത്ത് രക്ഷയ്ക്ക് കാരണമായിരുന്ന അവരുടെ നെഹുഷ്ടാൻ പിന്നീട് ഒരു പ്രതിഷ്ഠയായി മാറ്റപ്പെടുകയും അതിന്റെ സന്നിധിയിൽ അവർ ധൂപം വയ്ക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആരംഭിക്കുന്നതോടുകൂടി രണ്ടാമതൊരു വലിയ ദൈവകോപത്തെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുവാൻ അവർ ഉദ്യമിക്കുകയാണ്. അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് വളരെ വലിയ വിനാശമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന അവരുടെ രാജാവായി ജീവിച്ച ഹസ്കിയൽ ആ പ്രതിഷ്ഠയെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇന്നത്തെ ആരാധനാ ജീവിതം, സുറിയാനി സഭയുടെ അഭൗമമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ആരാധനയാണ്. എന്നാൽ ആ ആരാധനയെ ജാതീയമായ ആരാധനകൾ കൊണ്ടും ജാതീയമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടും
നാം എത്രത്തോളം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഈ നോമ്പിൻ്റെ മധ്യത്തിൽ ഓർക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പല ആരാധനകളെക്കാളും നമ്മുടെ പല വിശ്വാസ രീതികളെക്കാളും അപ്പുറം മറ്റുള്ളവരുടെ ആചാരങ്ങളെയും മറ്റുള്ളവരുടെ അനുഷ്ഠാനങ്ങളെയും നമ്മുടെ ആരാധനയിലേക്ക് പകർത്തുവാനുള്ള വ്യഗ്രത സുറിയാനി ക്രിസ്ത്യാനി ഏറ്റവും അധികമായിട്ട് ഇന്ന് കാണിക്കുന്നു. ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും അധികമായി ഇന്ന് ദൈവാലയങ്ങളിൽ വിശുദ്ധ ആരാധനയേക്കാൾ അധികമായി ഇന്ന് പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്ന ഒരു ആരാധനാ ഭാഗം അല്ലെങ്കിൽ ഒരു വിശ്വാസ ഭാഗം എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. പലപ്പോഴും കണ്ടിട്ടുണ്ട് ദൈവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതിനേക്കാൾ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ആളുകൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നു. വിശുദ്ധ കുർബാനയേക്കാൾ അധികമായിട്ട് ആളുകൾ മധ്യസ്ഥ പ്രാർത്ഥനയെ പരിഗണിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന ബഹുമാനത്തെക്കാളും സ്ഥാനത്തെക്കാളും അധികമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനകൾക്കുള്ള പ്രാധാന്യം സഭയിൽ നിന്ന് വർദ്ധിച്ചു വരുന്നു. കുർബാന ഇല്ലെങ്കിലും വേണ്ടില്ല, മധ്യസ്ഥ പ്രാർത്ഥന മാത്രം മതി എന്ന ചിന്താഗതിയിലേക്ക് സുറിയാനി സഭയുടെ ആരാധനാ സമൂഹത്തെ നയിക്കുവാൻ ഏതൊക്കെയോ ബാഹ്യ പ്രേരക ശക്തികൾ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധന്മാരും തിരുശേഷിപ്പുകളുമെല്ലാം കർത്താവിലേക്കുള്ള ചൂണ്ടുപലകളാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവിനെയാണ്. അവരിൽ നിന്നൊരു കൃപയും ഒരു കാലത്തും സഭ പഠിപ്പിച്ചിട്ടില്ല. അവരിൽ നിന്ന് സ്വയമായി ആർജിച്ചെടുക്കാവുന്ന ഒരു കൃപയെക്കുറിച്ചും സഭ ഇതുവരെയും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവരെല്ലാവരും ക്രിസ്തുവിലേക്ക് ചൂണ്ടുവിരൽ ചൂണ്ടുന്ന ചൂണ്ടുപലകളാണെന്ന് സഭ പഠിപ്പിക്കുന്നു. They are the symbols of the church. They are highlighting Jesus Christ, not themselves. പക്ഷെ പലപ്പോഴും ഈ വിശുദ്ധരിലേക്കും വിശുദ്ധരുടെ കബറിടങ്ങളിലേക്കും വിശുദ്ധരുടെ ചിത്രങ്ങളിലേക്കും ഒക്കെ സഭ ഇന്ന് പരിമിതപ്പെട്ടു പോകുന്ന കാഴ്ച വളരെ വേദനയോടുകൂടി കാണുകയാണ്. അതുകൊണ്ട് ഈ നോമ്പിന്റെ മധ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വിശുദ്ധരുടെയും വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെയും വിശുദ്ധരെ പ്രതിയുള്ള കഥകളുടെയും പുറകെ അല്ല, അതിനപ്പുറത്തേക്ക് അവർ ആരാധിച്ച ക്രിസ്തുവിലേക്കും അവർ സ്നേഹിച്ച ക്രിസ്തുവിലേക്കും അവർ കണ്ടെത്തിയ സത്യദൈവത്തിലേക്കുമായിരിക്കണം നമ്മുടെ ആരാധന എന്ന ചിന്തയും ബോധ്യവും നമ്മളെ നയിക്കുവാൻ ഇന്നത്തെ ഈ ചിന്തകൾ. പ്രത്യേകിച്ച് ഈ നെഹുഷ്ഠാൻ പ്രതിഷ്ഠയും അതിനു മുൻപ് അതിനുണ്ടായിരുന്ന പേര് അതൊരു ചൂണ്ടുപലകയായിരുന്നു. രക്ഷയിലേക്കുള്ള ചൂണ്ടുപലക, കർത്താവിലേക്കുള്ള ചൂണ്ടുപലക, അവൻ ഉയർത്തപ്പെട്ട ആ ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകയായിരിക്കുന്ന ആത്താമ സർപ്പത്തെ പോലെ സത്യത്തിന്റെ ആത്മാവിൽ യഥാർത്ഥത്തിൽ പ്രതീകങ്ങൾ തിരിച്ചറിയുവാനും അതിലൂടെ രക്ഷയിലേക്കും അതിലൂടെ രക്ഷണീയ അനുഭവത്തിലേക്കും കടന്നു ചേരുവാൻ ഈ നോമ്പിന്റെ മധ്യം നമ്മളെ ഓർമ്മപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചു നിർത്തുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.